രൂപാന്തരപ്പെടുകയും അവളെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ ആദം പറഞ്ഞു, ഇവൾ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവുമാണ്. നരനിൽ നിന്ന് എടുക്കപ്പെട്ടവളാകയാൽ ഇവൾ നാരി എന്ന് വിളിക്കപ്പെടും. ഇക്കാരണത്താലാണ് മനുഷ്യൻ മാതാപിതാക്കന്മാരെ പരിത്യജിച്ച് ഭാര്യയോട് ചേരുകയും അവർ രണ്ടും ഒരു ജഡമാംസം ഭവിക്കുകയും ചെയ്യുന്നത്. ദൈവവചനമാണ് നാം കേട്ടത്. പ്രതിവചന സങ്കീർത്തനം. കർത്താവിനെ ഞാൻ സദാകാലവും വാഴ്ത്തും. കർത്താവിനെ ഞാൻ സദാകാലവും വാഴ്ത്തും. ഇസ്രായേലിൻ ദൈവമേ, നിൻ തിരുനാമം നവസങ്കീർത്തനമാലപിക്കും. കർത്താവിനെ ഞാൻ സദാകാലവും വാഴ്ത്തും. കർത്താവിനെ ഞാൻ സദാകാലവും വാഴ്ത്തും. നവസൃഷ്ടിയായി എന്നെ മാറ്റിടുന്നു. കർത്താവിനെ ഞാൻ സദാകാലവും വാഴ്ത്തും. കർത്താവിനെ ഞാൻ സദാകാലവും വാഴ്ത്തും. നല്ലവനെന്നു തൻചാരെ വന്നനുഭവിച്ചിടുവിൻ. കർത്താവിൽ അഭയം തേടുവോൻ ഭാഗ്യവാൻ, അവിടുത്തെ ഭയപ്പെടുന്നോനും. കർത്താവിനെ ഞാൻ സദാകാലവും വാഴ്ത്തും. കർത്താവിനെ ഞാൻ സദാകാലവും വാഴ്ത്തും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം സ്നേഹമാകുന്നു, അവിടുന്ന് നമ്മെ സ്നേഹിച്ചപോലെ നമുക്ക് പരസ്പരം സ്നേഹിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം. അധ്യായം 19 3 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് ഫരിസ്യർ യേശുവിൻ്റെ അടുത്ത് ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ തന്നെ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവ് ആദ്യം മുതലേ
അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, ഇവർ ഇരുവരും ഏക ശരീരമായി തീരും എന്നും അവിടുന്ന് അരുൾ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീടൊരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ദൈവവചനമാണ് നാം കേട്ടത്. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കപ്പെടട്ടെ. പുരോഹിതരുടെയും സമൂഹത്തിൻ്റെയും മുമ്പിൽ വെച്ച് നിങ്ങളുടെ സ്നേഹം പരിശുദ്ധമായ ഉദാശയാൽ മുദ്രണം ചെയ്ത് ഉറപ്പിക്കുവാനാണല്ലോ നിങ്ങൾ ഇന്ന് ഈ ദേവാലയത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹത്തെ ക്രിസ്തുനാഥൻ വാത്സല്യപൂർവ്വം ആശീർവദിക്കുന്നു. അവിടുന്ന് ജ്ഞാനസ്നാനത്താൽ നിങ്ങളെ പൗത്രീകരിക്കുന്നതാണല്ലോ. ഇപ്പോഴാകട്ടെ ഒരു പ്രത്യേക ഉദാശയാൽ നിങ്ങളെ പിന്നിലാക്കുകയും ശക്തിപ്പെടുത്തുകയുമാണ്. വൈവാഹിക ജീവിതത്തിൻ്റെ എല്ലാ ചുമതലകളും യഥാവിധി നിർവഹിച്ച് ആജീവനാന്തം പരസ്പര വിശ്വസ്തത പാലിക്കാൻ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ തിരുസഭാ സമക്ഷം നിങ്ങളുടെ പരസ്പര സമ്മതം ചോദിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും മറുപടി പറയുക. രാജീവ് സോളമൻ, ബിന്ദി ബോസ്കോ, നിങ്ങൾ വിവാഹിതരാകാൻ വന്നിരിക്കുന്നത് ആരുടെയും സമ്മർദ്ദം കൂടാതെയും പൂർണ്ണമായ അറിവോടും സ്വാതന്ത്ര്യത്തോടും കൂടിയാണോ? നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരെന്ന നിലയിൽ ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ജീവിക്കുവാൻ സന്നദ്ധരാണോ? ദൈവം നിങ്ങൾക്ക് നൽകുന്ന കുഞ്ഞുങ്ങളെ സ്നേഹപൂർവ്വം സ്വീകരിക്കാനും ക്രിസ്തുവിനെ സഭയുടെയും പ്രബോധനമനുസരിച്ച് വളർത്താനും സന്നദ്ധരാണോ? വിവാഹ ഉടമ്പടി ചെയ്യുവാൻ പോകുന്ന നിങ്ങൾ വലതു കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെയും തിരുസഭയുടെയും മുമ്പാകെ സമ്മതം പ്രകടമാക്കുക. എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ചു ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളിപ്പോൾ സഭാസമക്ഷം പ്രകടിപ്പിച്ച പരസ്പര സമ്മതം കർത്താവ് കാരുണ്യപൂർവ്വം സ്വീകരിച്ച് അനുഗ്രഹാശസ് കൊണ്ട് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ദൈവമേ, ഈ താലി അങ്ങ് ആശീർവദിക്കണമേ. ഇവ ഈ ദമ്പതികളുടെ പരസ്പര സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായിരിക്കണമേ. ദൈവമേ, പരസ്പര സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഈ ദമ്പതികൾ കൈമാറുന്ന മോതിരങ്ങൾ അങ്ങ് ആശീർവദിക്കണമേ. ദൈവമേ, പ്രസാദപരത്തിനടയാളമായ ഈ മന്ത്രകോടി ദയാപൂർവം ആശീർവദിക്കണമേ. ജ്ഞാനസ്നാന അവസരത്തിൽ പ്രസാദപരം വഴി ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞ ഈ ദമ്പതികൾ ക്രിസ്തുവും സഭയും തമ്മിലുള്ള പാവനമായ ബന്ധത്തിൻ്റെ പ്രതിബിംബനമായി ജീവിച്ച് സ്വർഗത്തിൽ മഹിമയുടെ വസ്ത്രമണിയുവാൻ അനുഗ്രഹമല്ലണമേ.
നമ്മുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ താലി ധരിച്ചു കൊള്ളുന്നു. എനിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ മോതിരം ധരിച്ചു കൊള്ളുക. പൂക്കളുമായി നിൻ മുന്നിലണയുന്നു അർച്ചനയ്ക്കായി. ഉള്ളം തുറക്കണേ യേശുനാഥ, കാഴ്ചകൾ സ്വീകരിച്ചനുഗ്രഹിക്കൂ. നിറഞ്ഞ താലത്തിൽ പൂക്കളുമായി നിൻ മുന്നിലണയുന്നു അർച്ചനയ്ക്കായി. ഉള്ളം തുറക്കണേ യേശുനാഥ, കാഴ്ചകൾ സ്വീകരിച്ചനുഗ്രഹിക്കൂ. തിരുമുൻപിൽ മറയ്ക്കുവാനൊന്നുമില്ല, ഈ ദേഹവും ദേഹിയും ജീവിതവും. തിരുമുൻപിൽ മറയ്ക്കുവാനൊന്നുമില്ല, ഈ ദേഹവും ദേഹിയും ജീവിതവും. എനിക്കു ലഭിച്ചതാം വരദാനങ്ങൾ അവിടുത്തെ സന്നിധിയർപ്പിച്ചിടാം. എനിക്കു ലഭിച്ചതാം വരദാനങ്ങൾ അവിടുത്തെ സന്നിധിയർപ്പിച്ചിടാം. നിറഞ്ഞ താലത്തിൽ പൂക്കളുമായി നിൻ മുന്നിലണയുന്നു അർച്ചനയ്ക്കായി. ഉള്ളം തുറക്കണേ യേശുനാഥ, കാഴ്ചകൾ സ്വീകരിച്ചനുഗ്രഹിക്കൂ. ആകാശത്തോപ്പിലെ താരകങ്ങൾ പൂപോ
പ്രകാശത്തോപ്പിലെ താരകങ്ങൾ പൂപോൽ വിരിയുന്ന രാത്രിയിലും ആദിത്യനണയുന്ന പകൽ നേരവും തിരുനാമസ്തുതിയൊന്നേ ശരണമുള്ളൂ. ആദിത്യനണയുന്ന പകൽ നേരവും തിരുനാമസ്തുതിയൊന്നേ ശരണമുള്ളൂ. നിറഞ്ഞ താലത്തിൽ പൂക്കളുമായി നിൻ മുന്നിലണയുന്നു അർച്ചനയ്ക്കായി. ഉള്ളം തുറക്കണേ യേശുനാഥ, കാഴ്ചകൾ സ്വീകരിച്ചനുഗ്രഹിക്കൂ. നിറഞ്ഞ താലത്തിൽ പൂക്കളുമായി നിൻ